കടമക്കുടി ഐലൻഡിലൂടെയുള്ള ഒരു ബോട്ട് യാത്രയ്ക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നിഹാര റിസോർട്ടിലാണ്. വേമ്പനാട്ടു കായലിനു നടുവിൽ വ്യാപിച്ചു കിടക്കുന്ന ചെറു ഗ്രാമമാണ് കടമക്കുടി. കൊച്ചിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ വരാപ്പുഴയ്ക്ക് അടുത്താണ് ഈ റിസോർട്ട്. വേമ്പനാട്ടു കായലിനു നടുവിൽ വ്യാപിച്ചു കിടക്കുന്ന ചെറു ഗ്രാമമാണ് കടമക്കുടി. കൊച്ചിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ വരാപ്പുഴയ്ക്ക് അടുത്താണ് പ്രകൃതി രമണീയമായ ഈ ഗ്രാമം. നഗരജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി ഗ്രാമക്കാഴ്ചകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഇടമാണിത്. യാത്രക്കാരുടെ ഇപ്പോഴത്തെ ഇഷ്ടകേന്ദ്രം കൂടിയാണ് കടമക്കുടി എന്ന സുന്ദര ഗ്രാമം. ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്ന ഇവിടം കണ്ണും മനസ്സും നിറയ്ക്കുന്നു. സൂര്യൻ്റെ സ്വർണ്ണകിരണങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന കായലും വയലും പൂക്കളുമെല്ലാം ഒരു പോസിറ്റീവ് വൈബാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. അടുത്ത കാലത്താണ് കടമക്കുടി എന്ന പേരിന് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ തിളക്കമേറിയത്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഫോട്ടോകളിലൂടെയും വീഡിയോകളിലൂടെയുമാണ് മിക്കവാറും കടമക്കുടി എല്ലാവർക്കും പരിചയം. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയുടെ അറിഞ്ഞ കടമക്കുടിയുടെ ദൃശ്യഭംഗി നേരിട്ട് അനുഭവിച്ചറിയാൻ കുടുംബത്തോടെ എത്തുന്നവരാണ് ഏറെയും. ഉദയാസ്തമയ സമയത്താണ് കടമക്കുടി കൂടുതൽ സുന്ദരം. അതുകൊണ്ട് ഈ സമയങ്ങളിൽ ഇവിടെ തിരക്കേറുന്നു. സഞ്ചാരികളുടെ മാത്രമല്ല ഫോട്ടോഗ്രാഫർമാരുടെയും ഇഷ്ട സ്ഥലമാണ് കടമക്കുടി. ഇവിടെ സേവ് ദ ഡേറ്റ് ബ്രൈഡൽ ഫോട്ടോഷൂട്ടുകളും സിനിമാ ചിത്രീകരണവും നടക്കാറുണ്ട്. ഈ പ്രദേശത്ത് ഒത്തിരി മത്സ്യ ഫാമുകളും ഉണ്ട്. ഇവിടെ ഉപജീവനത്തിനും വിനോദത്തിനുമായി മീൻ പിടിക്കുന്നവരെ കാണാം. ദ്വീപിൻ്റെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ നിരവധി ഏർമാടുകളുമുണ്ട്. കടമക്കുടിയിൽ സന്ദർശകരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കയാക്കിംഗ് പോലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാം. കടമക്കുടി എന്ന സുന്ദര ഗ്രാമം പ്രകൃതി സ്നേഹികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. ട്രാഫിക് രഹിതമായതിനാൽ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി സൈക്ലിംഗ് നടത്താനും അനുയോജ്യമാണ്. കടമക്കുടി ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു പുതിയ അനുഭവം നൽകുമെന്നതിൽ സംശയമില്ല. കടമക്കുടിയെക്കുറിച്ച് പറയുമ്പോൾ കടന്നാൽ കുടുങ്ങി എന്ന് പ്രാസമൊപ്പിച്ച് പറയാറുണ്ട്. പണ്ട് ഇത് ഏകദേശം സത്യമായിരുന്നു. ദ്വീപിലേക്ക് വരാനും പോകാനുമെല്ലാം ഇന്നുള്ളത് പോലെയുള്ള വിപുലമായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പണ്ട് വെള്ളപ്പൊക്കത്തിൽ കൊച്ചി അഴിമുഖത്തിൻ്റെ രൂപീകരണ സമയത്താണ് കടമക്കുടിയും ഉണ്ടായത് എന്ന് കരുതുന്നു. 4 വശങ്ങളും വെള്ളത്തിൽ ചുറ്റപ്പെട്ടതിനാൽ നാട്ടുകാർക്ക് പുറംലോകവുമായി ബന്ധപ്പെടാനായി ബോട്ടുകളും വഞ്ചികളും മാത്രമേ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് റോഡ് സൗകര്യം വന്നതോടെ കടമക്കുടിയുടെ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിച്ചു. 14 ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് കടമക്കുടി ദ്വീപുകൾ. വലിയ കടമക്കുടി, മുറിക്കൽ, പാളയംതുരുത്ത്, പിയല, ചെറിയ കടമക്കുടി, പുളിക്കപ്പുറം, മൂലമ്പള്ളി, പുതുശ്ശേരി, ചാരിയം, തുരുത്ത്, ചേന്നൂർ, കോതാട്, കൊരമ്പാടം, കണ്ടനാട്, കാടനാട് എന്നിവയാണിവ. ഇവയിൽ ഏറ്റവും വലിയ കടമക്കുടിയാണ് പ്രധാന ദ്വീപ്. കടമക്കുടിയിലെ ഉദയാസ്തമന കാഴ്ചകൾ അതിമനോഹരമാണ്. വലിയ കടമക്കുടി, ചെറിയ കടമക്കുടി ദ്വീപുകളാണ് ഇതിന് ഏറ്റവും പ്രശസ്തം. ഇവ കാണാൻ മാത്രമായി എത്തുന്ന സഞ്ചാരികളുമുണ്ട്. ഇതിനായി ഒട്ടനവധി ഏർമാടുകളും ദ്വീപിലുണ്ട്. അന്യദേശങ്ങളിൽ നിന്ന് വരുന്നെത്തുന്ന ദേശാടന പക്ഷികളെയും കാണാം. മീൻപിടുത്തം ഇഷ്ടമുള്ളവർക്ക് അതും പരീക്ഷിക്കാം. ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഇവിടേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യാം. രുചികരമായ വിഭവങ്ങൾ വിളമ്പുന്ന ഒട്ടേറെ സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുള്ള യാത്രയായിരിക്കണമെന്നത്. തിരക്കും ബഹളവും നിറഞ്ഞ ഓഫീസ് ദിനങ്ങൾക്ക് ശേഷം കൊച്ചിക്കാർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ കടമക്കുടിയേക്കാൾ മികച്ച മറ്റൊരിടമില്ല. വേമ്പനാട്ടിനു കായലിനു നടുവിലായി പ്രകൃതി ഒളിപ്പിച്ചു വെച്ച രത്നമാണ് കടമക്കുടി എന്ന സുന്ദര ഭൂമി. വരാപ്പുഴയ്ക്ക് അടുത്താണ് പ്രകൃതി രമണീയമായ ഈ ഗ്രാമം. നഗര കാഴ്ചകളുടെ തിരക്കുകളിൽ നിന്ന് മാറി ഗ്രാമക്കാഴ്ചകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഇടമാണിത്. ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്ന ഇവിടം കണ്ണും മനസ്സും നിറയ്ക്കുന്നു. സൂര്യൻ്റെ സ്വർണ്ണകിരണങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന കായലും വയലും പൂക്കളുമെല്ലാം ഒരു പോസിറ്റീവ് വൈബാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. വലിയ കടമക്കുടിയിൽ ഒത്തിരി കുടിലുകളും അതിൻ്റെ തീർത്ത ചൈനീസ് മത്സ്യബന്ധന വലകളും കാണാം. ചെമ്മീൻ കെട്ടുകളും പൊക്കാളിപ്പാടുകളും നിറഞ്ഞ ഇവിടം പക്ഷി നിരീക്ഷകരുടെ പ്രതീക്ഷയാണ്. സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് കടമക്കുടി എന്ന സുന്ദര ഗ്രാമം. സഞ്ചാരികൾക്ക് വിശാലമായ പൊക്കാളി നെൽവയലിലൂടെ നടക്കാനും ചെറുതുരുത്തുകളും നാട്ടുവഴികളും എല്ലാം കാണാനും കഴിയും. പിയല, ചാത്തന്നൂർ, കടവ് എന്നിവ കടമക്കുടിയിലെ 2 ജനവാസ മേഖലകളാണ്.
കടമക്കുടിയിലെ ഈ ബോട്ടിങ്ങും വളരെ പ്രശസ്തമാണ്.